ഗ്ലാസ് മധുരട്ട് ചായ തരുമോ? ചായ തരുവോന്നു? ചായ വിൽക്കാനല്ലേ നമ്മളിവിടെ വെച്ചേക്കുന്നത്. അതല്ല ഏട്ടാ, എന്റെ പേഴ്സ് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അത് മാത്രല്ല, മൊബൈലിലാണ് ക്യാഷും ഇല്ല. എന്റെ ഷുഗർ ആണെങ്കിൽ പറ്റ ലോയിലാ നിക്കുന്നേ. നല്ല തലവേദന ഉണ്ട്. എന്നാ പിന്നെ ഇവിടെ വന്നത് നല്ലോണം കറങ്ങിയടിച്ച് വീണാലേ. താങ്കൾക്ക് ചായല്ലേ വേണ്ടേ? എടുത്തരാം. അതെ, ചായക്ക് പാലില്ല. സുലൈമാനിയാലും മതിയോ? സുലൈമാനിയോ? ഈ കട്ടൻ ചായയുടെ പര്യായ പദമാണ് സുലൈമാനി. അതായത് മതിയോ? ഓ മതി ഏട്ടാ. മധുരട്ട് എടുക്കട്ടെ. ഓ ആ അയ്യോ, ഷുഗർ ലോ ആയതല്ലേ. ഇന്നാ പിടിച്ചു. അല്ല, മധുരമുള്ള സുലൈമാനി. ഇതങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പോ ദേ എന്ന് പറയുന്നതിനും ഷുഗർ മേളോട്ട് വരും. അല്ല, താങ്കൾ എവിടാ താമസം? ഞാൻ കോഴിക്കോടാ. കോഴിക്കോടാ? ഇവിടെ എന്തിനു വന്നത്? ഒരു ഇന്റർവ്യൂയുടെ ഭാഗമായിട്ട് വന്നതാ. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ എന്റെ കുഞ്ഞുനാളിൽ നാട് വിട്ടുപോയി എന്റെ അനിയനെ കൂട്ടി തോന്നി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. രാവിലെ എല്ലാം കഴിച്ചായിരുന്നു? ഇല്ല ഏട്ടാ, ഒന്നും കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ കഴിക്കാനൂടെ എടുക്കാം. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, ഞാൻ പിന്നെ പോയി കഴിച്ചോളാം വീട്ടിൽ പോയിട്ട്. കുഴപ്പമില്ലെന്ന്. വീട്ടിൽ പോകുന്നതിനിടയ്ക്ക് അങ്ങനെ തല ഇറങ്ങി വീണാ അതെനിക്കൊരു നാണക്കേടില്ലേ. ഇപ്പൊ ചൂടോടുള്ള ബിരിയാണി ഞാൻ അങ്ങോട്ട് തരാം. അയ്യോ ചേട്ടാ, അതൊരു കൈനീട്ടാവത്തില്ലേ? അത് കൈനീട്ടാവും. അതിനെന്താ? കൈനീട്ടം കടം പറയുന്നത് മോശമല്ലേ ചേട്ടാ? ഇതൊക്കെ ഈ മനുഷ്യരെ തന്നെ ഉണ്ടാക്കിയല്ലേ. അല്ല, ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കൈനീട്ടം കൊടുത്തല്ലേ കാര്യങ്ങളൊക്കെ മേടിക്കാവോ. 1000 കൂടി തരാവേ. നല്ല ചൂടോടുള്ള ബിരിയാണി. താങ്ക്സ് ചേട്ടാ, ചേട്ടൻ നല്ല മനസ്സാ. ഓ അതെ, ഇതില് മുട്ടയില്ലല്ലോ. അത് തൊലിക്കാൻ അങ്ങോട്ട് പോന്നെ. അതിനുള്ള സമയം എനിക്കൊന്ന് താ. അതല്ല, ഞാൻ ഇപ്പം കടം പറഞ്ഞാലും പിന്നെ ഞാൻ കാശ് തരുമല്ലോ. അപ്പൊ പിന്നെ മുട്ട മിസ്സാക്കണ്ടെന്ന് എടുത്ത് തരാം. എന്നാ മുട്ട. പിക്കിളില്ലേ? ഉണ്ടല്ലോ. പൂക്കളില്ല ആരെങ്കിലും? ഓ പിക്കിളല്ല, പിക്കിളില്ലേന്ന്, അച്ചാറില്ലേന്ന്. ആകപ്പാട് 2 കയ്യേ ഉള്ളു. ഞാൻ എടുത്തു തരാമെന്ന് സമാധാനപ്പെടും. ചേട്ടാ നിക്കണേ, എന്തായാലും 2 കൈ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ ഒരു കയ്യിൽ സലാഡും ഒരു കയ്യിൽ ഇച്ചിരി പിക്കിളും എടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഇതൊക്കെ എന്തു പാട ഇത്. കൊണ്ടുവന്ന് അച്ചാറ്. ഓ താങ്ക്സ് ചേട്ടാ. ചേട്ടനെ നല്ലൊരു മനസ്സാണ്. ഓ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാനൊക്കെ ഈ താഴേക്കിടന്ന് വന്നവരാ. കാരണം എനിക്ക് ഈ വിശപ്പിന്റെ വിളിയറിയാം. ഞാൻ ചെറുപ്പത്തിൽ ഒന്നും കഴിക്കാതെ ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ കാശില്ലാതെ ഈ റോഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നാണം കെട്ടിയത് പോലെ ഒരു കടക്കാരൻ ചോദിച്ചിട്ടില്ലേ. താങ്കളെ കുറിച്ച് താങ്കൾ എവിടെ ഇരിക്കും കഴിക്കുന്നേ? ചേട്ടാ, എനിക്കൊരു സംശയം. എന്താ? ഈ ചിക്കൻ ബിരിയാണിക്കാണോ മട്ടൻ ബിരിയാണിക്കാണോ ബീഫ് ബിരിയാണിക്കാണോ കൂടുതൽ ടേസ്റ്റ്? എന്റെ അഭിപ്രായത്തിൽ കാശ് കൊടുത്ത് കഴിക്കുന്ന ബിരിയാണിക്കാണ് ഏറ്റവും കൂടുതൽ. താങ്കളെ സലാഡൊക്കെ കൂട്ടി കഴിക്കൂ ഇങ്ങോട്ട്. ഓ ചേട്ടാ, ചേട്ടാ ഞാൻ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്തെ ഒരു ബോർഡ് നോക്കിയായിരുന്നു, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്, കടം കൊടുക്കില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടോന്ന്. അത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഇങ്ങോട്ട് കേറി പോന്നു. ഞാൻ ഈ ബോർഡ് വെക്കാത്ത കാരണം എനിക്ക് വിശപ്പിന്റെ വിളി അറിയാം. അതെ, കാരണം ഞാൻ ഈ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കും. നമ്മൾ ഒരാളെ സഹായിച്ച അതിനുള്ള പ്രതിഫലം നമുക്ക് ദൈവം തന്നെ തരും. ഓ ഹലോ, ഞാൻ ഒരു കടയുടെ മുന്നിലെത്തിണ്ട്. നമ്മള് മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്? 250. ശരി, ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതെ ചേട്ടാ, ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടോ? ഉണ്ടല്ലോ. എന്നൊരു 250 ചിക്കൻ ബിരിയാണി പാഴ്സൽ. 250? ദൈവമേ, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരു ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുത്തപ്പോ നീ എനിക്ക് 250 ബിരിയാണിയുടെ ഓർഡർ തന്നല്ലോ. അയ്യോ, നീ മുത്താടാ, നീ മുത്ത്. നീ എന്റെ അനിയൻ തന്നെ. നിങ്ങൾ അങ്ങ് ദത്തെടുക്കുവോ? ഒരു മുട്ടയും കൂടെ അങ്ങ് തരട്ടെ. അതെ, പെട്ടെന്നാവില്ലേ? അതെ, എനിക്ക് ഒരാളെ കൂടെ വിളിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ഭാര്യയും കൂടെ ഒന്ന് വിളിച്ച് അവളെ ഒന്ന് വിളിച്ചോട്ടെ. ഒന്ന് 250 പൊതിയനല്ലേ ഇല്ലേ? ഹലോ ഹലോ, പറയട്ടാ. നീ അവിടെ നിൽക്കണേ? 90 രൂപയ്ക്കെന്ന്. ഇടിയോ, തൊഴിലുറപ്പ് വേണ്ടി പെട്ടെന്ന് ഓടി വന്നങ്ങോട്ട്. എന്തു പറ്റി? എനിക്ക് വൈകിട്ട് 300 രൂപ കിട്ടുന്നയാ. 300 രൂപ? എടി, നമുക്ക് 250 ബിരിയാണിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 3000 രൂപയെ. നിനക്ക് 300 രൂപയാണോ വരുന്നത് അതോ 3000 ആണോ? വന്നു കഴിഞ്ഞു. വാ ഇങ്ങോട്ട് പെട്ടെന്ന്. അതെ, അവള് പെട്ടെന്ന് വരും. നേരത്തെ ഒന്ന് പൊതിഞ്ഞു തുടങ്ങിക്കോട്ടെ. അയ്യോ, ആര് വിളിക്കുന്നേ? ഹലോ, എന്താ നേതാവ് വരുന്നോ?
അതെ, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. അപ്പൊ പാർട്ടിക്കാര് പറഞ്ഞു ഈ ലൊക്കാലിറ്റിയിലെ നല്ല ബിരിയാണി കടയിൽ നല്ല സൂപ്പർ ബിരിയാണി വാങ്ങിക്കണമെന്ന്. എന്നാ പിന്നെ ആ ജംഗ്ഷനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലേ മാതാ ഹോട്ടലാണുള്ളത്. അവിടെ അടിപൊളി ബിരിയാണി കിട്ടും. ഇതൊക്കെ തോലഞ്ഞ ബിരിയാണിയാ. അത് മാത്രല്ല വലിയ ചിക്കൻ പീസും കിട്ടും അവിടുന്ന്. ഇത് കണ്ടോ, കുഞ്ഞു ചിക്കൻ പീസ്. പിന്നെ കണ്ടോ, ഇത് വാഴ വണ്ണെട്ടിട്ട മാറിയാ കിടക്കുന്നത് തന്നെ. നല്ല ബിരിയാണി കിട്ടണമെങ്കിൽ അവിടെ പോയാൽ മതി, സൂപ്പർ ആകും. എന്നാലേ 250 ബിരിയാണി ക്യാൻസൽ. ഞാൻ മാതാ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോളാം. വഴിയെ പോയവൻ ഒരു കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞേ അവന്റെ അണ്ണാക്കിലോട്ട് ബിരിയാണി കയറ്റിക്കൊണ്ടു. പെണ്ണുള്ള ഒരു 300 രൂപ കളഞ്ഞിട്ട് അവളോട് ഞാൻ എന്തോ സമാധാനം പറയും. ദൈവമേ, ചേട്ടാ ഒരു മുട്ടയും കൂടി തരാമോ? നിനക്ക് മുട്ടയല്ല, ഈ ബിരിയാണി ചമ്മടത്തിന്റെ തലവരാം. എന്താ ചേട്ടാ കുഴപ്പം? എന്തുവാ ചേട്ടാ കുഴപ്പം? അവിടെ നിന്ന് പറഞ്ഞില്ല ഇല്ല കുഞ്ഞു ചേട്ടാ, ചേട്ടനല്ല പറഞ്ഞ ചേട്ടന്റെ വിശപ്പിന്റെ വിളി അറിയാമെന്ന്. എനിക്ക് വിശപ്പിന്റെ വിളി മാത്രമല്ല വേറെ കുറെ വിളി അറിയാം. പൈസ വെക്കണം. നീയേ പൈസ വെക്കുമല്ലോ, പൈസ വെച്ച ഇത് ഞാൻ തരും. ചേട്ടാ ചേട്ടാ അതെന്റെ സർട്ടിഫിക്കറ്റാ ചേട്ടാ, പ്ലീസ് ചേട്ടാ ഒന്ന് താ ചേട്ടാ. ഈ പൈസ തന്നിട്ട് പോയാ മതിയുടെ ഇവിടുന്ന്. ചേട്ടാ ചേട്ടനല്ലേ പറഞ്ഞ ചേട്ടനെ കാണാൻ എന്റെ അനിയനെ പോലെ ഉണ്ടെന്ന്. ചേട്ടനെ കാണാൻ എന്റെ അനിയനെ കൂട്ടി. അതല്ല ചേട്ടാ, ചേട്ടന്റെ അനിയനെ കാണാൻ എന്റെ മാതിരി ഉണ്ടെന്ന്. എന്റെ അനിയൻ ഇമ്മാതിരി നിന്റെ ഓണമൂന്നൊന്നുമല്ല. അതുപോലെ അവൻ വല്ലവന്റെ ഹോട്ടലിൽ കയറി തണ്ടിയൊന്നും തിന്നത്തില്ല, അറിയാമോ? എന്നാ ചേട്ടാ ഫയലൊന്ന് താ ചേട്ടാ. നിനക്ക് ഞാൻ ഫയൽ തരത്തില്ല. ചേട്ടാ ഞാൻ ഫസ്റ്റ് വന്നത് ഇവിടെ ഷുഗർ ആയിട്ട് വന്നതല്ലേ, ഞാൻ ചായ ചോദിച്ചോളൂ. ഷുഗർ ആയിട്ട് വന്നെങ്കിലേ നീ പഞ്ചസാര കഴിക്കണമായിരുന്നു. നിന്നെ അണ്ണാക്കിയിട്ട് നിന്നെ ഇവിടെ മൂടിയാൻ ചേട്ടാ ഞാൻ ഒരു ചായ ചോദിച്ചോളൂ. ചേട്ടൻ എന്നെ ബിരിയാണി ഒക്കെ തന്നെ ഇവിടെ ഇരുത്തിയത്. ഞാൻ നിന്റെ ഇത് ഇപ്പൊ എനിക്ക് ഇവിടെ ചായ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ ഞാനൊരു ചായ ഉണ്ടാക്കും ഇവിടെ. ചേട്ടാ ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. നിന്റെ അണ്ണാക്കിയോട് തള്ളി തരാനല്ല, നിന്റെ ഈ സർട്ടിഫിക്കറ്റ് കത്തിച്ച് ഞാൻ ആ ചൂടി തന്നെ ഒരു ചായ ഉണ്ടാക്കി അത് തന്നെ ഞാൻ കുടിച്ചു നിന്റെ മുമ്പിൽ തന്നെ യൂറിൻ പാസ്. നീ കാണണം നിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനാ പോണേ. അയ്യോ എന്റെ ഫയല് പോയല്ലോ. കത്തിക്കണ്ടെങ്കിൽ നീ എനിക്ക് പൈസ തരണം. ചേട്ടാ ഞാൻ വീട്ടിലെത്തിയിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ചേട്ടാ. ഗൂഗിൾ പേ തരാന്നോ? ഇവിടെ ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. നിന്നെ ഇന്ന് ഞാൻ നേരം ഒരു ബിരിയാണിയുടെ നഷ്ടമുള്ളായിരുന്നു. ഒരു തരുവം ബിരിയാണി വെള്ളത്തിലായേ കൊടുക്കും. ദൈവമേ മൊത്തം പോയി. നീ ഒറ്റ കാരണം. അയ്യോ ചേട്ടാ ചേട്ടാ ഹലോ, ഇന്ന് മാതാവ് ഹോട്ടൽ അവധിയാ. അതെ, ആ 250 ബിരിയാണി ഒന്നും കൂടി തരുവോ? അതെ, ബിരിയാണി നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ ഡിഷ് ആക്കിയല്ലോ. കുഴിമന്തിയാണോ? ഇതല്ല, ബിരിയാണി കഞ്ഞി മതിയോ? കഞ്ഞിയോ? അതൊന്നും പോരാ എന്റെ നേതാവിന്. എന്റെ നേതാവിന് ബിരിയാണി തന്നെ വേണം. കുറച്ച് സമയം എടുക്കും. ഇതിപ്പോ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വെള്ളം ഊറ്റണം. അതെ, ഇത് മാതാ ഹോട്ടൽ മതിയാ. എന്നാ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാ അവിടെ ഉമ്മച്ചീന്റെ ബിരിയാണി കട ഇല്ലായിരുന്നോ? അങ്ങോട്ട് പൊക്കൂടായിരുന്നോ? അതെ ചേട്ടാ, ഉമ്മച്ചീന്റെ ബിരിയാണി കടയത്തെ നമ്പർ ഉണ്ടോ? നിന്റെ മുതലാളി ഒന്നും ബിരിയാണി കേൾക്കണ്ട. ചേട്ടാ ഞാൻ കാരണല്ലേ 250 ബിരിയാണി നഷ്ടം വന്നേ. ചേട്ടാ ഈ ഫോൺ പിടിച്ചോ. എന്നിട്ട് ആ ഫയൽ ഇങ്ങോട്ട് തന്നേക്ക്. അല്ല ഈ ഫോൺ എത്ര രൂപ? ഇതിനെന്തായാലും 1.5 ലക്ഷം വരും. 1 ലക്ഷോ? ഫയൽ എന്ത് അതിനകത്ത് വെള്ളം വേണ്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണക്കി എടുത്താൽ മതി. ശരി എന്നാ. ചേട്ടാ ഞാൻ ഇതിന്റെ പൈസ ബിരിയാണിന്റെ ഒക്കെ പൈസ തരുമ്പോഴേ ചേട്ടൻ എനിക്ക് ഈ ഫോൺ തന്നാ മതി കേട്ടോ. ചേട്ടാ ഇനി ഇങ്ങനെ ഒരാളോട് ചെയ്യരുത് കേട്ടോ. യവനിനി ആ ബിരിയാണി പൈസ ആരും തന്നെ എനിക്ക് വന്നില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഫോൺ എനിക്ക് കിട്ടില്ലോ. ഇനി പെണ്ണുമ്പള വരുമ്പോ ഇത് കാണിച്ച് അവളെ സമാധാനപ്പെടുത്തണം. അല്ല ഇതാരീ വിളിക്കണത്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? എടാ 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ പൊക്കൂടാ. ആരാ വിളിക്കുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാ. നീ മൊബൈൽ അടിച്ചു മാറ്റും അല്ലടാ? ഞാനോ?
ആ നീ മൊബൈൽ അടിച്ചു മാറ്റി. നിന്നെ 24 മണിക്കൂറിൽ നിന്നെ പൊക്കൂടാ. നിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് നിന്നെ പൊക്കൂടാ. സാറേ വേറൊരുത്തനാ. അല്ല നീ ഒന്നും പറയണ്ട. നിന്നെ ഞങ്ങൾ ഇപ്പൊ പൊക്കൂടാ. നീ നോക്കിക്കോ. അയ്യോ പോലീസുകാരും വിളിച്ച് ഈ അപ്പാവിന്റെ മോട്ടിച്ച ഫോണായിരുന്നു. ഇതാണ് പറയുന്നത്, ഈ കാലത്ത് നമുക്കറിയാത്ത ആളെയോ നമ്മളിപ്പോ ആരോട്ട് കാണുന്നോ